ഇന്നത്തെ യാത്ര എങ്ങോട്ടെന്നല്ലേ? ഇന്നത്തെ യാത്ര സമർക്കന്ദിലേക്കാണ്. അതിനായി ആദ്യം ബസ് പിടിച്ച് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അങ്ങനെ ഇതാ ഈ മുന്നിൽ കിടക്കുന്ന ട്രെയിനുണ്ടോ, ഇതിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത്. എൻ്റെ കുറച്ച് കൂട്ടുകാർ വരാനുണ്ടായിരുന്നു. അവർ വരുന്നവരെ ഞാൻ അവിടെ കാത്തിരുന്നതിന് ശേഷം നേരെ ഉള്ളിൽ കയറി. ഇതാണ് ട്രെയിനിൻ്റെ ഇൻറ്റീരിയർ. അതിനുശേഷം ഒരു നീണ്ട 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ സമർക്കന്ദിൽ നേരെ ഈ കാണുന്ന അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോയി നമ്മൾ നമ്മുടെ ഹോട്ടലിൽ കയറി. ഈ കാണുന്ന ഒരു കൊച്ചു മുറിയാണ് ഹോട്ടൽ. പിന്നെ ചുമ്മാ പുറത്തോട്ട് ഒരു വാക്കിന് പോയപ്പം ഈ കാണുന്ന ഒരു ഹമ്മറിൻ്റെ ലെമോസിനും കണ്ടു. പിന്നെ അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് സമയം തീരെ കുറവായിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പായി. ഞാൻ പറഞ്ഞല്ലോ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്നല്ലേ. ഇവിടെ ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ഉണ്ട്. അതിൽ പങ്കെടുക്കാനാണ് ഞാനീ പോകുന്നത്. ഈ കാണുന്ന ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഈ കോമ്പറ്റീഷൻ ഇനാഗുറേഷൻ ഫംഗ്ഷൻ. Дорогие участники, в данной международной конференции участвуют около 2000. ഈ കാണുന്നത് ജർമ്മനിയിൽ നിന്ന് വന്നൊരു ഡോക്ടറാണ്. വളരെ ഇൻഫോർമേറ്റീവായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, അതിനു പുറമെ ജപ്പാനിൽ നിന്നും ചൈനയിൽ നിന്നും അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള കുറേ ഡോക്ടേഴ്സ് ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. അവർ നമുക്ക് വളരെ ഇൻഫോർമേറ്റീവായ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരും. ഇതിനുശേഷം സമർക്കന്ത് യൂണിവേഴ്സിറ്റിൻ്റെ റെക്ടർ ഈ വന്ന വിശിഷ്ട അതിഥികൾക്കായി ഒരു സ്നേഹ സമ്മാനവും നൽകി. ഇതിനുശേഷം ഉസ്ബെക്കിസ്ഥാൻ്റെ ട്രഡീഷണൽ കലാരൂപങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡാൻസും ഉണ്ടായിരുന്നു. Рассвет пробудил сердце как друга, море встречает, сердце как песня летит из груди. ഇതിനുശേഷം നമ്മൾ സമർക്കന്ത് യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഒരു ഉച്ചസമയം കഴിഞ്ഞിരുന്നു. അതിനാൽ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷമായിരുന്നു കോമ്പറ്റീഷൻ. ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി. ഏതായാലും കോമ്പറ്റീഷന് പോയത് ചുമ്മാതല്ല. ദ ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റ് എന്ന അവാർഡ് എനിക്ക് തന്നെ കിട്ടി.